എന്നെ എടുക്കണം എന്നാ. അയ്യോ എന്നെ എടുക്കണം. ഹലോ മക്കളെ, സുഖമല്ലേ? വേണ്ട 2 വർഷത്തിൽ കായ്ക്കുന്ന ഒരു പ്ലാവാന്ന് പറഞ്ഞതാണ് നമ്മൾ വാങ്ങിച്ച് വെച്ചതാണ്. പക്ഷേ 4 വർഷമായിട്ട് കായ്ക്കുന്നില്ല മക്കളെ. ഒരു കയറ് കെട്ടിപ്പോയി കേട്ടോ. ആ കയറ് കെട്ടിയ കാരണമായിരിക്കുമോ എന്ന് അറിയത്തില്ല. പിടിക്കുന്നുണ്ട്. വേണ്ട, ഇത് നിങ്ങളുടെയൊക്കെ വീട്ടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടല്ല കേട്ടോ. കെട്ടിയ കുഴപ്പമാണ്. വേണ്ട, ഞാൻ ഈ ഇരുമ്പ് വെച്ച് വേണ്ട കട്ടിക്കുവാണ്. കണ്ടോ എന്താ മക്കളെ? ഇതാണ് അതിൻ്റെ നമ്മൾ വേണ്ട ഇതിനെ കൊള്ളുന്നുണ്ടോ? കണ്ടിക്കല്ലേ എന്താ മക്കളെ? വേണ്ട, നമുക്ക് ഇരുമ്പ് കൊണ്ടുള്ള ഒരു പ്രയോജനം ഏതായാലും ഉണ്ടായി. വേണ്ട, എൻ്റെ ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട്. പക്ഷെ മൊത്തവും പൊഴിഞ്ഞു പോവുക കേട്ടോ. കായ മൊത്തം പൊഴിഞ്ഞു പോവുക. കണ്ടോ? വേണ്ട മക്കളെ, കണ്ടോ? ആ കയറ് ഞാൻ ശ്രദ്ധിക്കാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ ഞരമ്പ് എങ്ങനെ ഓടുന്നത് കെട്ടി വെച്ചാൽ അതേപോലാണ് മരം. നല്ലല്ലേ കാ പിടിക്കത്തുള്ളൂ. കാ പിടിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. മൊത്തവും പൊഴിഞ്ഞു പോവുക. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല മക്കളെ. അതുകൊണ്ടാണ് ഇത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ്. ഈ കയറ് കെട്ടി ചാഞ്ഞ് കിടക്കുന്നതിന് കയറ് കെട്ടിയതാണ്. പക്ഷേ അതിങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാൻ? അത് ഞാൻ ഏതായാലും ആ ഇരുമ്പുള്ളത് കൊണ്ട് ആരുടെ ആശ്രയമില്ലാതെ ഞാൻ വെട്ടി. കണ്ടോ? നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെയൊക്കെ കണ്ടോ? അയ്യോ അവിടെ കേട്ടോ, നമ്മുടെ കഴുത്ത് മുറിയതുപോലെ ഇരിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എങ്ങനെ? ഇന്നലെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ടാണ് 2 വർഷത്തിൽ കായ്ക്കുന്ന പ്ലാവാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെച്ചത്. അതുകൊണ്ട് കണ്ടില്ലേ, നമ്മുടെ ഒരു മുറിവ് കൈ കെട്ടിയ എങ്ങനെ എന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ വീട്ടുകളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യല്ലേ. ഓക്കെ മക്കളെ, ചേർക്കുന്നു.